ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ വിത്ത് സജൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഞാനിന്ന് മസനഗുഡി വഴി ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അസ്ലാമൊക്കെ പറഞ്ഞ പോലെ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. കാരണം വീതിയില്ലാത്ത റോഡാണ് ഒന്നാമത്. നല്ല കുത്തനുള്ള കയറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം നമുക്ക് ഈ വഴിയിലൂടെ യാത്ര ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്തവരും ഉണ്ടാവും, ചെയ്യാത്തവരും ഉണ്ടാവും. അപ്പോൾ നല്ല നല്ല യാത്രകൾ ചെയ്യുക, ലൈഫ് ഹാപ്പി ആയിരിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ പോകുന്ന വഴിക്ക് ഇനി നിങ്ങൾക്ക് മസനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് മിറാക്കിൾസ് ട്രാവൽസിൻ്റെ കൂടെയാണ്. യാത്ര ചെയ്യാൻ പോകുന്ന സ്ഥലം മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ്. ഇപ്പോൾ ഞങ്ങൾ മസനഗുഡി എത്തിയിട്ടുണ്ട്. മസനഗുഡി ട്രക്കിങ്ങിനായിട്ട് അവരെല്ലാവരും പോയിരിക്കുകയാണ്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മസനഗുഡിയിലാണ്. നമ്മൾ ഇന്നലെ രാത്രി പുറപ്പെട്ടു. ഇപ്പോൾ നമ്മൾ രാവിലെ മസനഗുഡിയിലെത്തി. നമ്മുടെ കൂടെ വന്നവർ ട്രക്കിങ്ങിനായിട്ട് പോയിരിക്കുകയാണ്. മുതുമല ടൈഗർ റിസർവിൻ്റെ ട്രക്കിങ് കിട്ടിയില്ല. അപ്പോൾ അവർ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ട്രക്കിങ്ങിനാണ് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ മുതുമലയിൽ നിന്ന് മസനഗുഡി വഴിക്ക് കടക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഉള്ളൊരു സ്ഥലമാണിത്. ഇവിടെ ഇറങ്ങാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ടിൽ ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഒരു വിഷ്വലാണ്. അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇറങ്ങാത്തതിന് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആൾക്കാർ ഇറങ്ങിയായിരുന്നു. പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള കുപ്പികളും കാര്യങ്ങളൊക്കെ വലിച്ചെറിയാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇവിടെ നിർത്താൻ പാടില്ല എന്നൊക്കെ ആയെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അറിയില്ല. പിന്നെ നമ്മൾ റോഡിൽ ഫുള്ള് മാനുകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നെ കാട്ടാനനെ കണ്ടു, ഒരു കാട്ടുപോത്തിനെ കണ്ടു. അപൂർവം ചില മൃഗങ്ങളെ മാത്രമേ നമുക്ക് റോട്ടിൽ കാണാൻ പറ്റില്ല. മാനുകളെ നമുക്ക് ഇഷ്ടംപോലെ റോട്ടിൽ കാണും. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം ഓടിക്കാൻ. അങ്ങനെ ഒരു പെട്ടെന്ന് ക്രോസ് ചെയ്യും റോഡ്. വണ്ടി വരുന്നുണ്ടെന്ന് കണ്ടാലും ചിലപ്പോൾ ചാടും. പിന്നെ മസനഗുഡി വഴി എന്ന് പറഞ്ഞാൽ തീരെ വീതിയില്ലാത്ത വഴിയാണ്, എഡ്ജുകളുള്ള വഴിയാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ടാവും. അപ്പോൾ വൺ വേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒതുക്കി കൊടുക്കണം. അവരൊരു കാരണവശാലും റോട്ടിൽ നിന്ന് ഇറക്കില്ല. അത് നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഹമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാരണവശാലും സ്പീഡ് ധൃതി വേണ്ട, പതിയെ തന്നെ പോവുക. പിന്നെ കയറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയധികം വലിയ കയറ്റങ്ങളാണ്. നമ്മൾ എല്ലാവരും പറഞ്ഞേക്കാം കയറ്റങ്ങൾ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നല്ല സത്യമായിട്ടുള്ള കാര്യം. കയറ്റങ്ങൾ അത്രയും വലിയ കയറ്റങ്ങൾ തന്നെ, പെട്ടെന്നുള്ള വളവുകൾ, വലിയ കയറ്റം. 36 എയർപിൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഒറ്റയടിക്ക് വണ്ടികൾ കയറി കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് വണ്ടിക്ക് കേടുപാടുകൾ വരുത്തണ്ട. കുറച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒതുക്കിയിടാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ കുറച്ച് നേരം ഒതുക്കിയിടുക. അത് അങ്ങനെ ഒതുക്കിയിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം വാഹനങ്ങൾ കത്തലും തീപിടിക്കലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുണ്ടാവാതിരിക്കാനാണ് നമ്മൾ കുറച്ച് നേരം ഒതുക്കിയിടാനൊക്കെ പറയുന്നത്. പിന്നെ ക്ലച്ച് താങ്ങി ഒരുപാട് പേരുടെ ക്ലച്ച് പോകുന്നുണ്ട് ഈ വഴിയിൽ. അതും എല്ലാവരും ശ്രദ്ധിക്കുക. പ്രോപ്പർ ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇട്ടിട്ട് തന്നെ എല്ലാവരും കയറുക. പിന്നെ ആ ഒരു അഭ്യാസങ്ങൾക്കൊന്നും നിൽക്കരുത്. കാരണം ഞങ്ങളുടെ മുന്നിൽ പോയ 2-3 കാറുകാർ അങ്ങനെ കുറച്ച് അഭ്യാസങ്ങൾക്കൊന്നും നിന്നു. പുറത്തിറങ്ങി നടക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളത് വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ടാവാതിരിക്കാൻ നമ്മളത് ചെയ്തിട്ടില്ല. അപ്പം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ യാത്ര ചെയ്യാം. പിന്നെ നിങ്ങൾ മസനഗുഡിയിൽ വന്നു കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ മുതുമല ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള സർക്കാരിൻ്റെ വാഹനത്തിൽ മാത്രം പോകാം. ഒരു കാരണവശാലും പ്രൈവറ്റ് ജീപ്പ് എടുത്ത് പോകരുത്. നമ്മളെ പറ്റിക്കപ്പെടുന്ന ഉറപ്പാണ്, നമ്മളെ പറ്റിക്കവർ. അതെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇതാണ് കയറ്റങ്ങൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗിയറിൽ തന്നെ കയറുള്ളൂ. വളരെ സ്ലോ ആയിട്ട് തന്നെ കയറുള്ളൂ. ആരും ധൃതി പിടിക്കാനും നിൽക്കരുത്, അപകടങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ പരമാവധി ഹോൺ അടിച്ച് പോവുക. വീതി കുറഞ്ഞ റോഡാണ്, പെട്ടെന്നുള്ള വളവുകളുണ്ട്, ചെങ്കുത്തായ കയറ്റങ്ങൾ പോലെ കയറ്റങ്ങളും ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കൂനൂര് റെയിൽവേ സ്റ്റേഷനിലാണ്.
സ്റ്റേഷനിൽ നിന്ന് കുഴിമടുക്ക് വരെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ട്രെയിനിലല്ല നമ്മുടെ പാർട്ടിക്കാരുള്ളത്. കുറച്ചും കൂടി മോഡലായിട്ടുള്ള ട്രെയിനാണ്. ഇത്തിരി ഗ്ലാസ് ഒക്കെ ഇത്തിരി വൈഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് പോയവർ പറഞ്ഞിട്ടുള്ള നല്ല കാഴ്ച കാണാൻ പറ്റിയൊരു ട്രെയിൻ ഇതാണ്. പക്ഷെ നമ്മളെ പാർട്ടി വരുന്നത് ഇത്തിരി പഴയ മോഡൽ ട്രെയിൻ ആയതുകൊണ്ട് അവർക്ക് ആ പഴയ ട്രെയിനെ കിട്ടിയത് ബുക്ക് ചെയ്തപ്പോൾ. അപ്പോൾ ഇതാണ് കുന്നൂർ സ്റ്റേഷൻ. ഈ വഴിക്കാണ് അവർ വരിക. ഇവിടെ വന്ന് ട്രെയിൻ നേരെ അങ്ങോട്ട് പോയതിന് ശേഷം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പിന്നാക്കം വരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പഴയൊരു മോഡൽ ട്രെയിനും അതിൻ്റെ ഒരു മോഡൽ ഇവിടെ വെച്ചിട്ടുണ്ട് അവർ. ഇതിൻ്റെ താഴെ ഇതിൻ്റെ അപ്പോൾ ഈ വരുന്നതാണ് നമ്മുടെ പാർട്ടി വന്നിട്ടുള്ള ട്രെയിൻ. അപ്പോൾ കുന്നൂർ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മുകളിൽ കയറി നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇതുപോലെ ട്രെയിൻ മുന്നോട്ട് പോയിട്ട് കുറച്ച് ദൂരം പോയി പിന്നാക്കം വന്ന് സ്റ്റേഷനിലേക്ക് കൊടുന്നിടുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കാഴ്ച കാണാം. സിനിമയിലൊക്കെ പോലെ കാണുന്ന ആ ഒരു പഴയ സ്റ്റേഷൻ തന്നെയാണ് ഇപ്പോഴും. ഇതിൻ്റെ മുൻഭാഗമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു മോഡലായി പണിതുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളുടെ പഴക്കമുള്ള സ്റ്റേഷനുകളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദിവസത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ റൂമിലോട്ട് പോവുകയാണെങ്കിൽ കറിയിട്ടായി. അപ്പോൾ എല്ലാവരും റൂമിൽ പോയി ഡയറക്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. റൂം മഹാരാജാസ് ടൗണിലുള്ള മഹാരാജാസ് ഹോട്ടലിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് നല്ലൊരു മഹാരാജാസ് ഹോട്ടൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മഹാരാജ ഹോട്ടൽ സെലക്ട് ചെയ്യുക. ഇത് നമ്മുടെ തിലകൻ ചേട്ടൻ്റെ വീടായിട്ട് കിലുക്കത്തിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലാണ്, ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.